നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളാ ലച്ചു എന്ന അമ്മു. നീ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇവളെയാ. മംഗലശ്ശേരി വീടിന്റെ ഐശ്വര്യം ഇവളാന്നാ പറയുന്നത്. അതൊരു പറച്ചില് മാത്രമല്ല, തകർന്ന് തരിപ്പണമായ മംഗലശ്ശേരിയെ കരകയറ്റിയത് ഇവളാ. ഈ നടന്നു പെണ്ണോ? നിന്നെ ഞാൻ തെറ്റു പറയുന്നില്ല. അവളെപ്പറ്റി ആദ്യം ഞാനും കരുതിയിരുന്നത് അതാ. ഇവളാ ഈ കഥയിലെ ഒരേ ഒരു നായിക. നീ ഇവളെ തളയ്ക്കണം. ഇവൾ ഒരാളെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തില. ആ വിവാഹം നടക്കരുത്. അവൾ മംഗലശ്ശേരി വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അതിനുവേണ്ടി നീ എന്തും ചെയ്യണം. മാഡം എന്നെ വിശ്വസിക്കും. സുനന്ദ ഒരു കാര്യം ഏറ്റാ പിന്നീട് സോറി പറയില്ല മാഡം. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. അവിടെ നടക്കുന്ന വിവരങ്ങൾ നീ അപ്പപ്പോ തന്നെ അറിയിക്കണം. ആദ്യം വേണ്ടത് മംഗലശ്ശേരിയിൽ കയറിപ്പറ്റുക എന്നതാ. ഇനി ഞാൻ മാഡത്തിനെ വിളിക്കുന്നത് മംഗലശ്ശേരി നിന്നാവും. നീ ഒരു മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോ വരാം. തൽക്കാലം ഇതിരിക്കട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ മാഡം. ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ സാരി ഉടുക്കാൻ. സാരിയൊക്കെ കൊടുത്ത് നടക്കാൻ എനിക്ക് പ്രയാസമാമോ? ഹോസ്പിറ്റലിൽ ചെക്കപ്പിനല്ലേ ചേച്ചി പോകുന്നത്. അപ്പൊ സാരി തന്നെയാ സൗകര്യം. പിന്നെ ചെക്കപ്പിന് പോകുന്നവരെല്ലാം സാരി ഉടുത്തിട്ടല്ലേ പോകുന്നത്. ഒന്ന് പോയാമോ? കുറെ അനുഭവം പറച്ചിലായിട്ട് വരും. സാരി ഒന്നും ഉടുത്ത് നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ ചേച്ചി വല്ലപ്പോഴൊക്കെ സാരി ഉടുത്ത് ഒരു നല്ല ഭാര്യയുടെ ലുക്കൊക്കെ ഒന്ന് വരണം. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ സാരിയിലേക്ക് മാറുന്ന എനിക്കറിയാം. ബോധം പോയപ്പോ ഞാൻ കാട്ടിക്കുട്ടിയതൊക്കെ ചേച്ചി കണ്ടതല്ലേ. നിനക്കതിപ്പോ തമാശയായിട്ടാണല്ലേ തോന്നുന്നത്. ചേച്ചിക്ക് അതൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ അതെന്റെ പൊട്ടത്തരം തന്നെയാ. പിന്നെ ഇപ്പൊ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നീ ആളാകെ മാറിയിട്ടുണ്ട്. വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞ ജീവിതത്തിനൊരു പ്രതീക്ഷയുണ്ടാവും. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഇനി ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അമ്മ. ഇറങ്ങാറായില്ലേ? 10 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഞങ്ങൾ ഇപ്പോഴേ റെഡി. അമ്മ കൂടെ വരുന്നുണ്ടോ? അതെന്ത് ചോദ്യം സഞ്ജു? എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ അവിടെ ഉണ്ടാവും. മനസ്സിൽ രഹസ്യം വെക്കുമ്പോഴാ ഭാരം തോന്നുന്നത്. അമ്മ ഇപ്പൊ എത്ര ഫ്രീ ആണെന്ന്. എന്റെ അവസ്ഥ ഇത് തന്നെയാ. പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഞാൻ മനസ്സിലാക്കില്ലെന്ന് സഞ്ജു പറയരുത്. ഭാരം മനസ്സിൽ വെച്ച് ജീവിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. അതെ, ഇതൊന്നും നമ്മുടെ കുഞ്ഞു കേൾക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.